നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരു ചക്ക കണ്ടൽ വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചക്ക ഞാൻ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞ് മുറിച്ചിട്ട് വരണം. അപ്പോൾ ഇനി തൊലി കളഞ്ഞ് മുറിച്ച് വന്നിട്ട് കാണാം കേട്ടോ. ചക്ക കണ്ടൽ മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മുറിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഒന്നിനെ ചതച്ചെടുക്കണം. ചതച്ചെടുത്തിട്ട് നമുക്കിതിനെ ചെറിയ ചതക്കുമ്പോൾ അതിൻ്റെ കഷ്ണങ്ങളെല്ലാം കുറച്ചും ഇതായി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മുറിക്കുമ്പോൾ കുറച്ചും വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചത്. പിന്നെ വേണമെന്ന് ഉപ്പും കൂടി ഇട്ട് ഇത് വേവാൻ കുറച്ചും വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് അടുപ്പത്ത് വെക്കാം. ഇത് വെന്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിനൊന്ന് ചതച്ചെടുക്കാം. വെള്ളമെല്ലാം കൂട്ടി നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ചേരുവകളെല്ലാം ചേർക്കാം. ഇനിയിപ്പോൾ ഇതിന് എൻ്റെ ചോറിൻ്റെ കുക്കർ അടുപ്പത്തുണ്ട്. ഇത് കഷ്ണമെല്ലാം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇതിനെ ചതച്ചെടുത്തിട്ട് വരാം. ഇങ്ങനെ ചതച്ചിട്ട് കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ ചെറിയ ഇതാക്കി വെക്കണം. എന്നിട്ട് ഉപ്പേരി ഉണ്ടാക്കാം. ചക്ക കണ്ടലിനെ ഇടിച്ച് നല്ല കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം അതിൽ ചേർക്കാനുള്ള ചേരുവകളാണ്. തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നിച്ച് ഒരു 4 വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടിട്ടില്ലാന്ന്. പിന്നെ കുറച്ചും കുരുമുളക് ഇടണം, കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂണ് കടുക് ഇട്ടെടുത്തു. കുറച്ച് ഉഴുന്നും കൂടി ഇട്ടു. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൊടുക്കാം. ഇപ്പോൾ ഉഴുന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ഒരു മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇത് മുളകും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ്. ഇതും കൂടി ചേർക്കാം. ഇത് നന്നായി മൂത്ത് വന്നു. മുളകെല്ലാം നല്ല ഒരിഞ്ഞ മണം വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഉപ്പെല്ലാം ഇട്ട് വേവിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഉപ്പിടണമെന്നില്ല. തീ കുറച്ച് സിമ്മിൽ വെച്ചിട്ട് നല്ല ഇതിനെ ഇളക്കി സെറ്റാക്കാം. നമുക്ക് ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. കുരുമുളക് പൊടി കുറച്ചധികം ആയാലും പ്രശ്നമില്ല. നല്ല ചക്കക്ക് കുരുമുളകിൻ്റെ ആ ഒരു മണവും എരിവും കൂടി ആകുമ്പോൾ നല്ലൊരിതാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം നമുക്ക് ഇതിൻ്റെ ഈ തേങ്ങയെല്ലാം കുറച്ച് ഇനുവായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് സമയം നമുക്കിതിനകത്ത് സിമ്മിൽ വെച്ചിട്ട് അടച്ച് വെക്കണം. ഇപ്പോൾ ഒന്ന് നന്നായി ഇളക്കി സെറ്റാക്കാം. അടച്ച് വെച്ചിട്ട് നമുക്കൊരു സിമ്മിലുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നമ്മുടെ ചക്കക്കണ്ടൽ റെഡി ആയിട്ടുണ്ട്. ഉണ്ടല്ലേ? ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിൽ നനച്ച് കൊടുക്കാം. ഈ പച്ച വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഒരു
പ്ലേറ്റിലല്ല, നമുക്കുണ്ടല്ലോ ഈ ചക്കര വിഭവങ്ങളെല്ലാം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ഇങ്ങോട്ട് കുറുക്കുട്ടിയല്ലാന്ന് പറയും. ഇതാണ് നമ്മളിങ്ങോട്ട് കുറുക്കുട്ടിയല്ലാന്ന് പറയും. പിന്നെ ഇതിനങ്ങനെ വട്ടയില എന്നെല്ലാം പറയില്ലേ. ഇതിലാണ് നമുക്ക് ഈ ചക്ക വിഭവങ്ങളെല്ലാം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്ന് വിളമ്പാം. ചക്കക്കണ്ടിൽ കറി ഇതാ വിളമ്പലായി. നല്ല ആവി വറക്കുന്ന നമുക്ക് ചോറിൻ്റെ ഒന്നിച്ച് കൊടുക്കാൻ മറ്റേ അല്ലാതെയും കഴിക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. എന്താ ഉണ്ടല്ലേ, നല്ല ചൂടുണ്ട്, കൈ ചൂടെടുക്കുന്നു. അങ്ങനെ നമ്മൾ ചക്കക്കണ്ടൽ കറി റെഡി ആയിട്ടുണ്ട് അല്ലേ. നമ്മൾ കുറുക്കൂട്ടി ഇലയിൽ ചക്കക്കണ്ടൽ കറിയും കൂടി കാണുമ്പോൾ, ചക്കക്കണ്ടലായാലും ചക്കക്കറി ആയാലും ഏത് നമുക്കുണ്ടല്ലോ ഈ കുറുക്കൂട്ടി ഇല, അത് വട്ടയിലയിൽ കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ചക്കയുടെ ഒരു കാലം തന്നെയല്ലേ. വലിയ ചക്ക ആയിട്ടെങ്കിലും ചക്ക കണ്ടലായിട്ടുണ്ടാവുമല്ലോ എല്ലായിടത്തും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഈ സമയത്താണ് ഇതിനൊരു ടേസ്റ്റ് കൂടുതൽ. പിന്നെ ചക്ക മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഇതുണ്ടാവില്ല. ഈ സമയത്ത് ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കിട്ടുന്നവരെല്ലാം ഒന്ന് ചക്കക്കണ്ടൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കിക്കോളും. എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റും കൂടി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.